UDF പ്രവേശനം ലക്ഷ്യമിട്ട് PV അൻവർ ഉയർത്തിയ കലാപം ഫലപ്രാപ്തിയിലേക്ക്. തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്ന് അൻവറിനോട് മുസ്ലിം ലീഗ് സമ്മതിച്ചു. ഘടകകക്ഷിയാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. ഉറപ്പ് കിട്ടിയാൽ കലാപം നിർത്താമെന്ന് അൻവർ അറിയിച്ചു. എന്നാൽ അൻവറിന്റെ നിലപാട് നോക്കി UDF തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുന്നണിയോട് സഹകരിക്കണോ എന്ന് ആദ്യം പറയേണ്ടത് അൻവറാണെന്നും സതീശൻ പറഞ്ഞു. അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. CPIM-ന്റെ മണ്ഡലം കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്നു. വിവരങ്ങളുമായി പ്രസാദ് ഉണ്ട്. പ്രസാദ്, അൻവറിന്റെ തീരുമാനങ്ങൾക്ക് വിടുകയാണ് UDF. LDF-ഉം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിൻ്റെ ആവശ്യം UDF തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഫലപ്രാപ്തിയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ VD സതീശൻ നടത്തിയിട്ടൊരു പ്രതികരണം, അത് ഈ കോൺഗ്രസിനകത്തൊരു വലിയ അതൃപ്തി എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം PV അൻവർ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ജനസമ്മതനല്ല, അതോടൊപ്പം തന്നെ പിണറായി സത്തെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയില്ല എന്ന തരത്തിൽ സ്ഥാനാർത്ഥിയെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള PV അൻവർ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം അത് കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാടിലേക്ക് അൻവർ പറയുന്നതോടുകൂടി തന്നെ UDF-ന്റെ ഭാഗമായി മാറും. എന്നാൽ UDF-ലേക്കുള്ള പ്രവേശനം ഏറെക്കുറെ ശരിയാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനോട് പൂർണ്ണ സമ്മതമാണ് എന്ന തരത്തിലുള്ള സന്ദേശമാണ് ഇപ്പോൾ PV അൻവറിന് കോൺഗ്രസ് നേതൃത്വം തന്നെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് KPCC നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും CMP നേതാവായിട്ടുള്ള വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറുമായി എത്തി ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സമീപത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് കുറച്ചുകൂടി കാർക്കശ്യത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്ന്, അൻവർ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ നടത്തിയിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം കോൺഗ്രസ് ഒരു തരത്തിലും മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അൻവറിന് ഒരു തിരിച്ചടിയായി. പക്ഷേ അതിനുശേഷമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്താവനയിൽ ഒരു അതൃപ്തി കോൺഗ്രസ് നേതൃത്വം പറയുന്നു. അതുകൂടി തിരുത്തുന്നതോടുകൂടി അൻവറിന് ഈ UDF പ്രവേശനം സാധ്യമാകും എന്നുള്ളതാണ്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ജൂൺ 3-നാണ് UDF-ന്റെ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് വെച്ച് ചേരുക. അതിനകത്ത് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. മുസ്ലിം ലീഗും അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ K. സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ അൻവറിന് അനുകൂല നിലപാട് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. UDF-ന്റെ ഭാഗമായി തന്നെ PV അൻവർ ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. എന്തായാലും പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്, പരിഹാരത്തിലേക്ക് പോവുക എന്നതാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രസാദ്, LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എവിടം വരെയായി? എന്നായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക? ഇപ്പോൾ CPM-ന്റെ നേതൃയോഗം കഴിഞ്ഞ് യോഗം പൂർത്തിയാക്കി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരേണ്ടതുണ്ട്. അതിലാണ് അന്തിമ തീരുമാനം എടുക്കുക. ഇവിടെ ഇന്ന് നടന്ന യോഗത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലയുള്ള സംസ്ഥാന നേതാക്കൾക്ക് ഓരോ ക്ലസ്റ്ററുകളുടെ ചുമതല നൽകുക, അത്തരം ചുമതലകൾ വീതിച്ച് നൽകുന്നതാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും നടന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ അത് പരിഗണിക്കുക സംസ്ഥാന നേതൃയോഗങ്ങളിലായിരിക്കും. അത് വരും ദിവസങ്ങളിൽ തന്നെ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേരും. അതിനകത്താണ് അന്തിമ തീരുമാനം ഉണ്ടാകുക. ഇപ്പോൾ പരിഗണിക്കപ്പെടുന്ന പേരുകൾ, ഒന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷെറോണ റോയി, അതോടൊപ്പം തന്നെ മുമ്പ് ഇവിടെ മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യു, പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം എന്ന് അങ്ങനെയൊരു നിലപാടിലേക്ക് പോയാൽ M. സ്വരാജ്, ഷബീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഇവരുടെ എല്ലാം പേരുകളാണ് ഇപ്പോൾ പട്ടികയിലുള്ളത്. ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതിൽ നിന്നും മാറ്റം വരാനുള്ള സാധ്യതകളുമുണ്ട്. അത് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുക. എന്തായാലും ഈ പേരുകളിൽ ഒരു സജീവമായ ചർച്ച ഇന്ന് നടന്നിട്ടില്ല. ഇന്ന് നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വിലയിരുത്തലുകളും ഓരോ നേതാക്കൾക്കും അതാത് ചുമതലകൾ നൽകലുമാണ് ഇന്ന് നടന്നത്. ശരി, മുന്നണിയോട് സഹകരിക്കണോ എന്ന് ആദ്യം പറയേണ്ടത് അൻവറാണെന്നാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെ ആ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. CPIM-ന്റെ മണ്ഡലം കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേരുകയും ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.